ഗ്രാമം ആ ദിവസം ഉറങ്ങിയിട്ടില്ല. വീടിനു മുന്നിലെ വലിയ പന്തലിൽ നിറയെ ലൈറ്റുകൾ. മഞ്ഞയും നീലയും പച്ചയും കലർന്ന വെളിച്ചം രാത്രിയെ പകലാക്കി മാറ്റിയിരുന്നു. അടുക്കളയിൽ നിന്നുള്ള ചോറിന്റെയും കറിയുടെയും സുഗന്ധം മുഴുവൻ പറമ്പിലും പടർന്നിരുന്നു. കല്യാണ വീടാണെങ്കിൽ ഇങ്ങനെ ആവണം എന്നാരോ പറഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പന്തലിന്റെ പുറത്തുനിന്ന് രണ്ട് കുഞ്ഞു നിഴലുകൾ അകത്തേക്ക് നീങ്ങി. മുൻപിൽ നടന്നു വന്നത് 8 വയസ്സുകാരൻ. തോളിൽ കീറിയ ഷർട്ട്, കാലിൽ ചെരുപ്പില്ല, മുഖത്ത് ബാല്യത്തിന്റെ ചിരിയില്ല. അവന്റെ കൈകളിൽ ഒരു കുഞ്ഞ്. 3 വയസ്സുകാരൻ. കണ്ണുകൾ പകുതി അടഞ്ഞിരിക്കുന്നു. തല ചേട്ടന്റെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്നു. വിശപ്പും തളർച്ചയും ചേർന്ന മുഖം. അവൻ പന്തലിന്റെ അരികിൽ നിൽക്കുന്നു. ചിരികളും സംസാരങ്ങളും നിറഞ്ഞ ആൾക്കൂട്ടം അവനെ പേടിപ്പിച്ചു. ഒരു നിമിഷം തിരിഞ്ഞു പോകാമെന്ന് തോന്നി. പക്ഷേ അനിയന്റെ വയറിൽ നിന്ന് ഉയർന്നൊരു മന്ദമായ കരച്ചിൽ അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തി. അവൻ ചുറ്റും നോക്കി. ഒരാളെ കണ്ടു. ധൈര്യം സംഭരിച്ചു. വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു, ചേട്ടാ, കുറച്ച് ഭക്ഷണം തരുമോ? 3 ദിവസമായി ഞങ്ങൾ കഴിച്ചിട്ട്. ചെണ്ടമേളം നിശബ്ദമായി. ചിരികൾ നിലച്ചു. ചിലർ മുഖം തിരിച്ചു. ചിലർ അവരെ സംശയത്തോടെ നോക്കി. ഒരാൾ പറഞ്ഞു, മോനെ, ഇതൊരു കല്യാണ വീടാണ്, ഇങ്ങനെ വരാൻ പാടില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് കുഞ്ഞു പൊട്ടിക്കരഞ്ഞത്. ആ കരച്ചിൽ, വിശപ്പിന്റെ കരച്ചിൽ, എല്ലാവരുടെയും ഹൃദയം കുലുക്കി. അടുക്കളയിൽ നിന്ന് ഒരു സ്ത്രീ ഓടി വന്നു. ലക്ഷ്മി അമ്മ. അവർ കുട്ടികളെ കണ്ടതും നിശ്ചലമായി. കുഞ്ഞിന്റെ തൂങ്ങിയ കൈകൾ, ചേട്ടന്റെ പൊള്ളുന്ന കണ്ണുകൾ. ആ അമ്മയുടെ ഹൃദയം വിങ്ങി. അവർ പതുക്കെ അടുത്തു വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്താ മക്കളെ? അവരുടെ ശബ്ദം വിറച്ചു. 8 വയസ്സുകാരൻ തലകുനിച്ചു. ഒരു നിമിഷം മിണ്ടിയില്ല. പിന്നെ പതുക്കെ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് അമ്മയില്ല. വാക്കുകൾ അവന്റെ തൊണ്ടയിൽ കുടുങ്ങി. അച്ഛനോ? ലക്ഷ്മി അമ്മ ചോദിച്ചു. അച്ഛനും പോയി. ഞങ്ങൾ 2 പേരും മാത്രമാണ്. കല്യാണ വീട്. അന്ന് ആഘോഷത്തിന്റെ ഇടയിൽ ഒരു വലിയ സത്യം മനസ്സിലാക്കി. വിശപ്പ് സന്തോഷത്തിനേക്കാൾ ശക്തമാണ്. ലക്ഷ്മി അമ്മ കുഞ്ഞിനെ കയ്യിൽ എടുത്തപ്പോൾ അവന്റെ ശരീരം തീരെ ഭാരം ഇല്ലാത്തതുപോലെ തോന്നി. 3 വയസ്സുകാരനായിട്ടും ഒരു വർഷം പിന്നോട്ടു പോയതുപോലെ. അവന്റെ വയറ് ഉള്ളിലേക്ക് ഒട്ടിക്കിടക്കുന്നു. ചുണ്ടുകൾ ഉണങ്ങി പൊട്ടിയിരിക്കുന്നു. കണ്ണുകൾ തുറക്കാൻ പോലും ബലമില്ല. ഇവരെ ആദ്യം അകത്തേക്ക് കൊണ്ടുവരൂ, ലക്ഷ്മി അമ്മ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആരും എതിർത്തില്ല. ചോറ് എടുത്തുവെച്ചു. സാമ്പാറും അവിയലും. 8 വയസ്സുകാരൻ കുട്ടി ഇല കണ്ടപ്പോൾ കണ്ണുകൾ തിളങ്ങി. പക്ഷേ അവനുടനെ കൈ നീട്ടിയില്ല. അവൻ ആദ്യം അനിയനെ മടിയിലിരുത്തി. ഒരു കൈകൊണ്ട് ചോറ് കുഴച്ചു. ചെറുതായി വായിലേക്ക് വെച്ചു. തിന്ന് രാജു. അവന്റെ ശബ്ദത്തിൽ ഒരച്ഛന്റെ ഉറപ്പുണ്ടായിരുന്നു. ഒരു 8 വയസ്സുകാരനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പക്വത. രാജു ആദ്യം ഒന്ന് കരഞ്ഞു. പിന്നെ ചോറ് വായിൽ വെച്ചപ്പോൾ അവന്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. അവൻ വീണ്ടും വായ തുറന്നു. അനു ചിരിച്ചു. 3 ദിവസത്തെ വിശപ്പിന് ശേഷം വന്ന ഒരു ചെറുചിരി. മോനെ, നീ കഴിക്കുന്നില്ലേ? അടുക്കളയിൽ നിന്നിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു. അനു തലയാട്ടി. അവൻ കഴിക്കട്ടെ ആദ്യം. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ നിർബന്ധിച്ച് അനുവിനെ കഴിപ്പിച്ചു. അമ്മ പറഞ്ഞത് കേൾക്കണം, അവർ പറഞ്ഞു. അവൻ ആദ്യമായി അന്ന് വയറ് നിറയെ കഴിച്ചു. ഓരോ ഉരുളയും ആസ്വദിച്ച് കഴിച്ചു. പോയാൽ വീണ്ടും കിട്ടുമോ എന്ന ഭയം പോലെ. കഴിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ പതുക്കെ ചോദിച്ചു, 3 ദിവസമായി ഒന്നും കിട്ടിയില്ലാന്ന് പറഞ്ഞില്ലേ? എവിടെയായിരുന്നു നിങ്ങൾ? അനു നിലത്തേക്ക് നോക്കി. ബസ് സ്റ്റാൻഡിൽ, പാലത്തിനടിയിൽ. ചിലപ്പോൾ ആരെങ്കിലും തരുമ്പോൾ കഴിക്കും. അവന്റെ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു. അമ്മക്ക് പനിയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. പൈസ ഇല്ലായിരുന്നു. അവൻ ഇതെല്ലാം പറയുമ്പോൾ കരഞ്ഞില്ല. കാരണം അവൻ കുറേ കരഞ്ഞിട്ടുണ്ട്. ഇനി കണ്ണുനീർ ബാക്കിയില്ല. ചുറ്റുമിരുന്നവർ നിശബ്ദമായി. ചിലർ കണ്ണുകൾ തുടച്ചു. ചിലർ കുട്ടികളെ നോക്കാൻ പോലും ധൈര്യമില്ലാതെ തല തിരിച്ചു. അച്ഛനെവിടെ? ഒരാൾ ചോദിച്ചു. അമ്മ മരിച്ചതിനു ശേഷം പോയി. അനുവിന്റെ വാക്കുകൾക്ക് പിന്നാലെ ഒരു വലിയ മൗനം വീണു. ലക്ഷ്മി അമ്മ കുട്ടികളുടെ തലയിൽ കൈവച്ചു. അവരുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇവരെ ഇങ്ങനെ തിരിച്ചുവിടാൻ പാടില്ല.
മീനു അകത്തെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. കണ്ണാടിക്കു മുന്നിൽ മഞ്ഞ സാരിയും സ്വർണ്ണാഭരണങ്ങളും, ചുറ്റും സ്ത്രീകളുടെ തിരക്കും ചിരിയും. നാളെ മുതൽ ഇത് മറ്റൊരു വീടാണ്, ആരോ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. പക്ഷെ ആ ചിരി അവളുടെ കണ്ണുകളിൽ എത്തിയില്ല. അവൾക്ക് പുറത്തു നിന്നുള്ള ഒരു നിശബ്ദത തോന്നി. സാധാരണ കല്യാണ വീട്ടിൽ ഉണ്ടാകാത്ത ഒരു മൗനം. അവൾ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയുടെ അരികിൽ ആളുകൾ കൂടി നിൽക്കുന്നു. നടുവിൽ 2 കുഞ്ഞുങ്ങൾ. ഒരു കുട്ടി ചെറുതാണ്, മറ്റേത്. അവളുടെ ഹൃദയം പിടിച്ചെടുത്തത് അനുവിന്റെ മുഖം. അവളെല്ലാം കേട്ടു. 3 ദിവസത്തെ വിശപ്പ്, അമ്മയുടെ മരണം, അച്ഛന്റെ ഒഴിഞ്ഞുപോകൽ. ഓരോ വാക്കും അവളുടെ ഉള്ളിൽ പതിഞ്ഞു. മീനുവിന് സ്വന്തം കുട്ടിക്കാലം ഓർമ്മ വന്നു. അമ്മയുടെ ചൂടുള്ള കയ്യിൽ ഉറങ്ങുന്നത്, ചെറിയ പനി വന്നാൽ പോലും അച്ഛൻ ആശുപത്രിയിലേക്ക് ഓടിയത്. അവൾ വീണ്ടും അനുവിനെ നോക്കി. 8 വയസ്സുള്ള ഒരു കുട്ടി, പക്ഷെ അവന്റെ കണ്ണുകളിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരം. രാജു അനിയനെ പോലെയല്ല, മകനെ പോലെ പിടിച്ചിരിക്കുന്ന അവന്റെ കൈകൾ. അവളൊന്നും പറയാതെ അമ്മയുടെയും അച്ഛന്റെയും അടുത്തേക്ക് നടന്നു. അച്ഛാ. ശബ്ദം മുറിഞ്ഞു. രാഘവൻ മകളെ നോക്കി. അവളുടെ കണ്ണുകളിലെ വെള്ളം കണ്ടതും അവനെല്ലാം മനസ്സിലാക്കി. ഇവരെ ഇങ്ങനെ വിട്ടയക്കാമോ? മീനു ചോദിച്ചു. അതൊരു ചോദ്യം മാത്രമല്ല, അതൊരു മനസാക്ഷിയുടെ വിളിയായിരുന്നു. ലക്ഷ്മി അമ്മ ഒന്നും പറഞ്ഞില്ല. അവർ രാജുവിന്റെ തല തഴുകുന്നു. അവരുടെ വിരലുകൾ വിറച്ചു. നാളെ എന്റെ കല്യാണം, മീനു പതുക്കെ പറഞ്ഞു. ഞാൻ പോയാൽ ഈ വീട് ശൂന്യമാകും. അവൾ ശ്വാസമെടുത്തു. അമ്മേ, ആ ശൂന്യത ഇവരെ കൊണ്ട് നിറക്കാനാവില്ലേ? ആ വാക്കുകൾ ലക്ഷ്മി അമ്മയുടെ നെഞ്ചിൽ പതിഞ്ഞു, വളരെ ആഴത്തിൽ. രാഘവൻ പുറത്തേക്ക് നടന്നു. വീടിന്റെ മുന്നിലെ പന്തലിലേക്ക്. ചെണ്ടമേള വീണ്ടും തുടങ്ങി. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ്. ദൈവം, അവൻ മനസ്സിൽ പറഞ്ഞു, ഞങ്ങളുടെ സന്തോഷത്തിന്റെ നടുവിലേക്ക് ഇവരെ അയച്ചത് എന്തിനാണ്? അയാൾ വീണ്ടും അകത്തേക്ക് നടന്നു. കുട്ടികളെ നോക്കി. അനു അപ്പോഴും അനിയനെ ചേർത്തു പിടിച്ചിരിക്കുന്നു. പോയാൽ വീണ്ടും എല്ലാം നഷ്ടമാകുമെന്ന ഭയം പോലെ. രാഘവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരച്ഛന്റെ കണ്ണുകൾ. ആ രാത്രി മീനു ഉറങ്ങിയില്ല. അവളുടെ വിവാഹത്തിന്റെ സന്തോഷത്തിനിടയിൽ 2 കുട്ടികളുടെ ഭാവി അവളുടെ ഹൃദയത്തിൽ ഉറച്ചുനിന്നു. അന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചു, ഒരു കുടുംബം വിടുമ്പോൾ മറ്റൊരു കുടുംബം കണ്ടെത്തേണ്ടതുണ്ട്. രാഘവേന്ദ്രന്റെ വീട് ഗ്രാമത്തിലെ പഴയ വീടുകളിൽ ഒന്നായിരുന്നു. മണ്ണിന്റെ മണവും ഓർമ്മകളുടെ ഭാരവും ചേർന്നൊരു വീട്. ആ വീട്ടിൽ ഒരുപാട് ശബ്ദങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. മീനുവിന്റെ ചിരി, അവളുടെ ഓട്ടം, അവളുടെ വിളികൾ. പക്ഷെ ഇപ്പോൾ അവൾ നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകാനിരിക്കുകയാണ്. ലക്ഷ്മി അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്കിരുന്നു. നാളെ മുതൽ ഈ മുറി അടഞ്ഞുപോകും, അവർ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അവർ കുട്ടികളെ ശബ്ദം കേട്ടു. രാജു ചിരിച്ചു. അനു അവനെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചിരി ചെറുതാണ്, പക്ഷെ ആ വീട്ടിൽ വീണ്ടും ജീവൻ കൊണ്ടുവന്നു. ലക്ഷ്മി അമ്മ വാതിലിനരികിൽ നിന്നു. കുട്ടികളെ നോക്കി. അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത പതുക്കെ നിറയുന്ന പോലെ. അനു അപ്പോൾ അവരെ കണ്ടു. ഉടനെ എഴുന്നേറ്റു. അമ്മേ. അവൻ നിശബ്ദമായി. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അവനെ അടുത്തേക്ക് വിളിച്ചു. എന്താ മോനെ? അവരുടെ ശബ്ദത്തിൽ സ്നേഹവും വേദനയും. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നോട്ടെ, നാളെ രാവിലെ പോകാം. അവന്റെ ശബ്ദത്തിൽ ഒരു പേടി. ലക്ഷ്മി അമ്മ അവന്റെ തലയിൽ കൈവച്ചു. ഇന്ന് മാത്രമല്ല മോനെ, ഇവിടെ നിന്ന് ആരും നിന്നെ പുറത്താക്കില്ല. ലക്ഷ്മി അമ്മ അവരെ മക്കളായി കാണാൻ തുടങ്ങി. രാഘവൻ മുറ്റത്തിരിക്കുന്നു. പഴയ കസേരയിൽ. മീനുവിന്റെ കുട്ടിക്കാലത്ത് അവൾ അവന്റെ മടിയിൽ ഇരുന്ന കസേര. അവന്റെ ഉള്ളിൽ ഒരു തീരുമാനം പതുക്കെ രൂപപ്പെട്ടു. നമ്മൾക്ക് ഒരേ ഒരു മകളാണ്, അയാൾ മനസ്സിൽ പറഞ്ഞു. അവൾ പോയാൽ ഈ വീട്ടിൽ ആരാണ് ഉള്ളത്? അപ്പോൾ അവന്റെ മനസ്സിൽ ദൈവം ഒരു ഉത്തരമായി 2 കുഞ്ഞു മുഖങ്ങൾ കൊണ്ടുവന്നു. അയാൾ അകത്തേക്ക് നടന്നു. ഇവരുടെ കാര്യം നമുക്ക് സംസാരിക്കണം. ലക്ഷ്മി അമ്മ തലയാട്ടി. അവർ ഇതിനകം തയ്യാറായിരുന്നു. ഇവരെ ഇങ്ങനെ വിടാൻ പാടില്ല, അവർ പറഞ്ഞു. മീനു പറഞ്ഞത് ശരിയാണ്. രാഘവൻ കുട്ടികളെ നോക്കി. അനു അയാളെ നോക്കി ഒരുപാട് പ്രതീക്ഷയോടെ. ആ പ്രതീക്ഷ രാഘവന്റെ നെഞ്ച് തുളച്ചു. ദൈവം നമ്മളെ പരീക്ഷിക്കുകയല്ല, നമ്മൾക്കൊരു വഴി കാണിക്കുകയാണ്, അയാൾ പതുക്കെ പറഞ്ഞു. ആ വീട് അന്നുറങ്ങിയില്ല. ലൈറ്റുകൾ അണച്ചിട്ടും മുറികളിൽ ഇരുട്ട് പടർന്നിട്ടും മനസ്സിൽ തെളിഞ്ഞിരുന്നത് ഉറക്കമില്ലാത്ത ചിന്തകളായിരുന്നു. അനുവും രാജുവും അകത്തെ ചെറിയ മുറിയിലാണ് കിടന്നത്. പുതിയ കിടക്ക, വൃത്തിയുള്ള വിരിപ്പുകൾ. ഇത്ര സൗകര്യം അവർ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. രാജു ചോറ് കഴിച്ചു.
പാല് കുടിച്ചു. അമ്മയുടെ കൈകളിൽ ഉറങ്ങുന്ന കുട്ടിയെപ്പോലെ കണ്ണുകൾ അടച്ചു. അനു ഉറങ്ങിയില്ല. അവൻ അനിയനെ ചേർത്ത് പിടിച്ചു കിടന്നു. ഇത് സ്വപ്നമാണോ? അവൻ മനസ്സിൽ ചോദിച്ചു. രാവിലെ എഴുന്നേറ്റാൽ വീണ്ടും റോഡിലേക്കാണോ? അവന്റെ കൈകൾ അറിയാതെ രാജുവിന്റെ തല തലോടി. അമ്മ ഒരു കാലത്ത് അവന്റെ തലയിൽ കൈവച്ചതുപോലെ. അടുക്കളയിൽ ലക്ഷ്മി അമ്മ ഇരിക്കുകയാണ്. അവർക്ക് കണ്ണടക്കാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ മീനുവിന്റെ കുട്ടിക്കാലം. ആദ്യമായി അവൾ അമ്മ എന്ന് വിളിച്ച നിമിഷം. പനി വന്ന രാത്രികൾ, ഉറങ്ങാതെയിരുന്ന ദിവസങ്ങൾ. അവർ കുട്ടികളുടെ മുറിയിലേക്ക് പതുക്കെ നടന്നു. വാതിലിനരികിൽ നിന്ന് നോക്കി. രാജു ഉറക്കത്തിൽ പുഞ്ചിരിച്ചു. അനു ഉണർന്നു കിടക്കുന്നു. അവരുടെ നെഞ്ച് നിറഞ്ഞു. എന്താ മോനെ, ഉറങ്ങിയില്ലേ? അവർ പതുക്കെ ചോദിച്ചു. അനു ഭയത്തോടെ പറഞ്ഞു. ഞങ്ങളെ നാളെ വിടുമോ അമ്മേ? ലക്ഷ്മി അമ്മ അവന്റെ അടുത്തിരുന്നു. അവന്റെ കൈ പിടിച്ചു. ഇവിടെ നിന്ന് ആരും നിന്നെ വിട്ടയക്കില്ല. അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അനുവിന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവൻ കരഞ്ഞില്ല. പക്ഷെ ആ കണ്ണീർ അവന്റെ ജീവിതത്തിലെ ഭാരം ഒന്ന് കുറച്ചതുപോലെ. മുറ്റത്ത് രാഘവൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കി. ദൈവമേ, എന്റെ മകളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുന്ന രാത്രിയിൽ നീ എനിക്ക് 2 മക്കളെ അയച്ചത് എന്തിനാണ്? അയാൾ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് പേടിയുണ്ടോ? അയാൾ ചോദിച്ചു. നമ്മൾക്ക് വയസ്സാകുന്നു. ഇവരെ വളർത്താൻ കഴിയുമോ? ലക്ഷ്മി അമ്മ അയാളെ നോക്കി. മീനുവിനെ വളർത്തിയത് നമ്മളല്ലേ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ രാത്രി മീനു മുറിയിലിരുന്ന് കുഞ്ഞുങ്ങളെ പറ്റി ആലോചിച്ചു. നാളെ അവൾ പോകും. പക്ഷെ അവളുടെ വീടിന് ഇനി ശൂന്യത ഉണ്ടാകില്ല. രാവിലെ കല്യാണ വീട് ശബ്ദത്തിലും ആഹ്ലാദത്തിലും മുങ്ങി. പക്ഷെ രാഘവനും ലക്ഷ്മി അമ്മയും ഇപ്പോഴും ഒരു വലിയ തീരുമാനത്തിന്റെ ഭാരത്തിൽ ഇരിക്കുന്നു. രാഘവൻ പതുക്കെ ലക്ഷ്മി അമ്മയുടെ കൈ പിടിച്ചു. ലക്ഷ്മി, നമ്മൾ നാളേക്ക് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. തീരുമാനം? ലക്ഷ്മി അമ്മ നിശ്ചലമായി ചോദിച്ചു. അവരെ ഇവിടെ വളർത്തണോ? നീ പറയുന്ന കാര്യം ശരിയാണോ? രാഘവൻ പറഞ്ഞു. മീനു പോയാൽ ഈ വീട് ശൂന്യമാകും. ഇവരിവിടെ നിന്നാൽ അതുണ്ടാകില്ല. ഇവരെ നമുക്ക് വളർത്താം. ലക്ഷ്മി അമ്മ ആദ്യം ഒരു നിമിഷം മടിച്ചു. പിന്നെ പറഞ്ഞു. അതെ, നമുക്കത് ചെയ്യാം. അവർ കുട്ടികളുടെ മുറിയിലേക്ക് നടന്നു. ഇവർ ഇനി ഞങ്ങളുടെ മക്കളാണ്. അനു മുന്നോട്ട് നടന്നു. അമ്മേ, നിങ്ങൾ എന്തേ പറയുന്നത്? ലക്ഷ്മി അമ്മ അവന്റെ തലയിൽ കൈവച്ചു. അതേ മോനെ, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം താമസിക്കണം. നിങ്ങളെ ഞങ്ങൾ നോക്കാം. രാഘവൻ കുട്ടികളെ സമീപിച്ചു. ഈ വീട് ഇനി നിങ്ങളുടെ വീടാണ്, അയാൾ പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ പുതിയ തുടക്കം. പുതിയ ദിവസം പുലർന്നപ്പോൾ വീട് അല്പം വ്യത്യസ്തമായി കാണപ്പെട്ടു. മീനു അവളുടെ വിവാഹ വസ്ത്രത്തിൽ സുന്ദരിയായിരിക്കുന്നു. ചുവപ്പും സ്വർണവും ചേർന്ന സാരിയിൽ അവളുടെ മുഖത്തെ ഭംഗി തെളിഞ്ഞു. പക്ഷേ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, ഞങ്ങളിവിടെ നിൽക്കുന്നത് ശരിയാകുമോ? അനു പതുക്കെ ചോദിച്ചു. അവന്റെ മുഖത്ത് ചെറിയ ഭയം. ലക്ഷ്മി അമ്മ അവന്റെ മുഖത്തേക്ക് നോക്കി. മോനെ, ഇത് നിന്റെ വീട് തന്നെയാണ്. അനു തലകുനിച്ചു. രാജുവും അവന്റെ കൂടെ ചിരിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് നടന്നു. പാട്ട് തുടങ്ങിയപ്പോൾ രാഘവൻ നോക്കി. രാജു, അനു, കുട്ടികൾ, പുതുതായി സ്വന്തമായ വീട്, അവരുടെ വീട്. അവിടെ കളിച്ചുകൊണ്ട് ചിരിച്ചു. മീനുവിന്റെ കണ്ണിൽ പുഞ്ചിരി, കുട്ടികളുടെ കണ്ണിൽ ആശ്വാസം. ഇവിടെയുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ വലിയ സുഖം. പിന്നീട് ഭക്ഷണമെത്തി. അനു, രാജു ആദ്യമായി പന്തലിൽ ആഹാരം വിളമ്പുന്നതിന് മുന്നിൽ ഇരുന്നു. അവരുടെ മുഖത്ത് ആഹ്ലാദം. ലക്ഷ്മി അമ്മ, രാഘവൻ, മീനു 3 പേരും മനസ്സിലാക്കി ഈ കല്യാണ ദിവസം ഒരുപാട് കാര്യങ്ങൾക്കുള്ള പുതിയ തുടക്കമാണ്. 2 കുഞ്ഞുങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, പുതിയ ഹൃദയങ്ങൾ. പുതിയ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഒരു കുടുംബമായി മാറി. കല്യാണത്തിന്റെ തിരക്കും അതിഥികൾ വരുന്നതും കുറഞ്ഞപ്പോൾ വീട് വീണ്ടും ശാന്തമായി. പക്ഷെ അത് പഴയ ശാന്തതയല്ലായിരുന്നു. ആ നിശബ്ദതയിൽ ഇനി ശൂന്യതയില്ല. പകരം ചെറിയ കാൽ ചുവടുകളും മൃദുവായ ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. അനുവും രാജുവും അന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. അവർക്ക് സമയം അറിയില്ല. പക്ഷേ വയറിനുള്ളിലെ വിശപ്പിന്റെ ഭയം ഇല്ലാതായതുകൊണ്ട് ഉറക്കം ആഴത്തിലായിരുന്നു. രാജു ആദ്യമായി അമ്മേ എന്ന് വിളിച്ച് അടുക്കളയിലേക്ക് ഓടി. ലക്ഷ്മി അമ്മ ആ ശബ്ദം കേട്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വെച്ചു. ആ വിളി അവരുടെ ഉള്ളിലൂടെ ഒഴുകി. എന്താ മോനെ? അവർ രാജുവിനെ ചേർത്ത് പിടിച്ചു. അനു വാതിലിനരികിൽ നിന്നു. അവൻ അകത്തേക്ക് കയറാൻ മടിച്ചു. വഴിയരികിലും ബസ് സ്റ്റാൻഡിലും അവൻ പഠിച്ചത് ഒന്നായിരുന്നു.
കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന്. രാഘവൻ അവനെ കണ്ടു. എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ. അനു പതുക്കെ അകത്തേക്ക് വന്നു. ഇന്നു മുതൽ നീ ഒരിക്കലും ഞങ്ങളെ അന്യരായി കാണരുത്, രാഘവൻ പറഞ്ഞു. നിങ്ങളെ സ്കൂളിൽ ചേർക്കണം. സ്കൂളോ? അനുവിന്റെ കണ്ണുകൾ വിസ്മയത്തോടെ വലുതായി. അവൻ മുമ്പ് സ്കൂൾ കുട്ടികളെ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങളുമായി ചിരിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അതൊന്നും ഒരിക്കലും അവന് കിട്ടില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. ലക്ഷ്മി അമ്മ അവന്റെ തലയിൽ കൈവച്ചു. നിനക്കും പുസ്തകം ഉണ്ടാകും, യൂണിഫോം ഉണ്ടാകും, കളിക്കാൻ പോകാം. അനു ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കണ്ണുകൾ പറഞ്ഞു. അവൻ ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്നേ ദിവസം അവർ അനുവിനെ സ്കൂളിൽ കൊണ്ടുപോയി. പുതിയ ഷർട്ട്, പുതിയ ബാഗ്, കണ്ണുകളിൽ ചെറിയ ഭയം, വലിയ പ്രതീക്ഷ. അധ്യാപിക ചോദിച്ചു, പേരെന്താ? അനു. അവൻ പതുക്കെ പറഞ്ഞു. നീ എന്തിനാ പേടിക്കുന്നത് മോനെ? അവൾ ചിരിച്ചു. ഇതേ സമയം രാജു വീട്ടിൽ മുഴുവൻ ഓടിക്കളിച്ചു. ഓരോ മുറിയും പരിശോധിച്ചു. വൈകുന്നേരം അനു സ്കൂളിൽ നിന്ന് മടങ്ങി വരാൻ ലക്ഷ്മി അമ്മ കാത്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അവർ ചോദിച്ചു. അനു ചിരിച്ചു. അമ്മേ, ഒരുപാട് സന്തോഷമുണ്ട്. ആ വാക്കുകൾ ആ വീട്ടിൽ കേട്ട ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അന്ന് രാത്രി അനു പുസ്തകങ്ങളെ കെട്ടിപ്പിടിച്ചുറങ്ങി. രാജു കളിപ്പാട്ടം ചേർത്തു പിടിച്ചു. രാഘവനും ലക്ഷ്മി അമ്മയും പരസ്പരം നോക്കി. ദിവസങ്ങൾ പതുക്കെ മാസങ്ങളായി മാറി. അനു മാറി. മുമ്പ് എല്ലായ്പ്പോഴും ചുറ്റും നോക്കി ഭയത്തോടെ എല്ലാവരെയും നിരീക്ഷിച്ചിരുന്ന കുട്ടി ഇപ്പോൾ ഉറച്ച ചുവടുകളോടെ നടന്നു. സ്കൂളിൽ അവൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. അധ്യാപകർ പറഞ്ഞു, അവന് ഒരുപാട് കഴിവുണ്ട്. അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാഗ് കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിവരും. ആദ്യമായി അങ്ങനെ വിളിച്ച ദിവസം രാഘവൻ അവനെ നോക്കി നിശ്ചലമായി നിന്നു. ആ വാക്ക് അയാളുടെ ഉള്ളിൽ പതിഞ്ഞു. അച്ഛൻ. അതൊരു ഉത്തരവാദിത്തമാണ്, ഒരു അഭിമാനം, ഒരു ജീവിതത്തിന്റെ പൂർണ്ണത. രാഘവൻ അനുവിന്റെ തലയിൽ കൈവച്ചു. എന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ ശബ്ദം ഒന്ന് വിറച്ചു. അനു അത് ശ്രദ്ധിച്ചു, പക്ഷെ ഒന്നും ചോദിച്ചില്ല. അവൻ മനസ്സിലായിരുന്നു ഈ വിറയൽ സ്നേഹത്തിൻ്റെതാണെന്ന്. വൈകുന്നേരങ്ങൾ ആ വീട്ടിൽ ഏറ്റവും സുന്ദരമായിരുന്നു. രാഘവൻ കുട്ടികളെ പറമ്പിലൂടെ നടത്തിക്കും. രാജു അയാളെ കൈപിടിച്ച് നടക്കും. അനു മുന്നിൽ ഓടി, പിന്നെ തിരിഞ്ഞു നോക്കും. അവർ പിന്നിലുണ്ടോ എന്നുറപ്പാക്കും. അവൻ ഇനിയും ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഭയം നഷ്ടപ്പെടുമോ എന്നതല്ല, വിട്ടുപോകുമോ എന്നതായിരുന്നു. ലക്ഷ്മി അമ്മ രാത്രിയിൽ കുട്ടികളുടെ മുറിയിൽ ചെന്ന് നോക്കും, 2 കുട്ടികളും ഉറങ്ങിയിട്ടുണ്ടോ എന്ന്. അവർക്കത് ഒരു പതിവായി മാറി. ഒരിക്കൽ അനു ഉണർന്നിരുന്നു. അമ്മേ, നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകില്ലല്ലോ? അവർ അവനെ ചേർത്തു പിടിച്ചു. ഒരിക്കലുമില്ല മോനെ, നിങ്ങളും ഞങ്ങളെ വിട്ടുപോകരുത്. അവൻ ഉറങ്ങി. അന്ന് രാഘവനും ലക്ഷ്മി അമ്മയും പരസ്പരം നോക്കി. ദൈവം നമ്മൾക്ക് ഇവരെ തന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി, രാഘവൻ പറഞ്ഞു. അതെ, ലക്ഷ്മി അമ്മ പറഞ്ഞു. മീനു പോയത് ഈ വീട്ടിലേക്ക് 2 മക്കളെ കൊണ്ടുവരാനായിരുന്നു. കാലം ഒരുപാട് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ രാഘവന്റെ വീട് എല്ലാവർക്കും അറിയപ്പെട്ടത് കുട്ടികളുടെ ചിരി നിറഞ്ഞ വീട് എന്ന പേരിലാണ്. അനു ഇപ്പോൾ 10ാം ക്ലാസ്സിൽ. പുസ്തകങ്ങളുമായി ഇരിക്കുമ്പോൾ അവന്റെ മുഖത്ത് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് ബസ് സ്റ്റാൻഡിൽ കൈ നീട്ടി നിന്ന കുട്ടിയുടെ മുഖമല്ല അത്. രാജു 3ാം ക്ലാസ്സിലെത്തി. ചിരിയും കളിയും. അമ്മയെ വിട്ട് ഒരടി പോലും മാറാത്ത കുട്ടി. ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ അനു വഴിയിൽ ഒരാളെ കണ്ടു. ഒരു കുട്ടി, ചെറുപ്പം, കയ്യിലൊരു കുഞ്ഞ്. അനുവിന്റെ നെഞ്ചൊന്ന് വിറച്ചു. അവൻ തന്റെ ബാല്യം കണ്ടു. അവന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. കുട്ടി പതുക്കെ ചോദിച്ചു, ചേട്ടാ, കുറച്ച് ഭക്ഷണം തരുമോ? അനു നിശ്ചലമായി. ഒരു നിമിഷം അവൻ പഴയ ദിവസങ്ങൾ ഓർത്തു. പന്തലിലെ വെളിച്ചം, വിശപ്പിന്റെ വാക്കുകൾ, മാറിപ്പോയ ജീവിതം. അവൻ കുട്ടിയുടെ കൈ പിടിച്ചു. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അന്ന് ലക്ഷ്മി അമ്മ അടുക്കളയിലായിരുന്നു. വാതിലിനരികിൽ നിന്ന് അമ്മേ എന്ന് അനു വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. കുട്ടികളെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ. അവനും അതേ ചോദ്യം ചോദിച്ചു. അനു പറഞ്ഞു. ലക്ഷ്മി അമ്മ ഒന്നും പറഞ്ഞില്ല. അവർ അടുക്കളയിൽ നിന്നൊരു പാത്രമെടുത്തു. ഭക്ഷണം വിളമ്പി. രാജു അടുത്തേക്ക് വന്നു. അമ്മേ, പാവങ്ങളല്ലേ, കുറച്ച് ചോറ് കൊടുക്കാം. ലക്ഷ്മി അമ്മ ചിരിച്ചു. ആ ചിരിയിൽ വേദനയും സന്തോഷവും ഒരുമിച്ചുണ്ടായിരുന്നു. രാഘവൻ അകത്തേക്ക് വന്നു. കുട്ടികളെ കണ്ടു. ഒരു നിമിഷം നിശബ്ദനായി. ഇവിടെ
ഇവിടെ എല്ലാവർക്കും സ്ഥലമുണ്ട്. അയാൾ പറഞ്ഞു. അന്ന് രാത്രി അനു ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. അവൻ ഓർത്തു, ചേട്ടാ, കുറച്ച് ഭക്ഷണം തരാമോ? അന്ന് ആ ചോദ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അമ്മേ എന്ന വിളിയും ഉണ്ടാകില്ലായിരുന്നു. ലക്ഷ്മി അമ്മ അവന്റെ അടുത്തേക്ക് വന്നു. എന്താ മോനെ? അവർ ചോദിച്ചു. അനു അവരെ ചേർത്തു പിടിച്ചു. അമ്മേ, നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാകില്ല. അവർ ഒന്നും പറഞ്ഞില്ല. അവന്റെ തലയിൽ കൈവച്ചു. ആ വീട്ടിൽ ഇനി ഒരിക്കലും ആരും വിശപ്പോടെ ഉറങ്ങില്ല. കാരണം ഒരു ചോദ്യം ഒരു കുടുംബമായി മാറിയിരുന്നു.